ഹലോ എവരിവൺ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു യുണീക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. ആൻ MBBS പാക്കേജിനെ കുറിച്ചിട്ടാണ്. എന്താണ് ആ പ്രൊഡക്റ്റിൻ്റെ യുണീക്നെസ്, എന്താണ് ആ സർപ്രൈസിങ് ഫാക്ടർ എന്നല്ലേ? യെസ്, നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള വളരെ ഫേമസ് ആയിട്ടൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ ഒരു വിദേശ ക്യാമ്പസിൽ പോയി MBBS പഠനം പൂർത്തിയാക്കാം. അത് അൺബിലീവബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇറ്റ് ക്യാൻ ബി ട്രൂ. ദിസ് ക്യാൻ ബി യുവർ MBBS കരിയർ. ഏതാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി, ഏതാണ് ഇൻ്റർനാഷണൽ ക്യാമ്പസ്, എന്തെല്ലാം ഫെസിലിറ്റീസാണ് അവരവിടെ ഓഫർ ചെയ്യുന്നത്? ഈ യുണീക്ക് കൊലാബറേഷൻ കൊണ്ട് ആസ് ആൻ MBBS സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവാൻ പോകുന്നത്? ഇത് NMC റൂൾസ് അനുസരിച്ചിട്ട് പോസിബിൾ ആണോ? ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സുകൾക്ക്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ വഴി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊരു MBBS ആസ്പിറൻ്റായ സ്റ്റുഡൻറ്റിൻ്റെയോ അവരുടെ പാരൻസിൻ്റെയോ മെയിനായിട്ടുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവരുടെ കുട്ടികൾ ഇവിടെ ഇന്ത്യയിൽ ഏതെങ്കിലും നല്ലൊരു മെഡിക്കൽ കോളേജിൽ പഠിച്ച് MBBS പൂർത്തിയാക്കി നല്ലൊരു ഡോക്ടറായിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ നമ്മുടെ ഡോക്ടേഴ്സിന് കിട്ടുന്ന വാല്യൂ വളരെ വലുതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ഡോക്ടറെ നമ്മൾ വളരെ ഡിവൈനായിട്ട് കരുതപ്പെടുന്ന ഒരു രാജ്യമാണ്. ആൻഡ് ട്രൂലി ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ നീറ്റ് എക്സാം ആണ് MBBSൻ്റെ മാനദണ്ഡമായിട്ട് ഇന്ത്യയിൽ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ നീറ്റ് എക്സാം പാസ്സായാൽ പോലെ നീറ്റ് എക്സാമിൽ അവർക്ക് കിട്ടുന്ന മാർക്സിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ മെഡിക്കൽ സീറ്റുകൾ നിശ്ചയിക്കപ്പെടുന്നത്. അത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ MBBS ആസ്പിറൻസ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം കുട്ടികൾക്ക് മാത്രമേ ഇന്ത്യയിൽ അവർ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മെയിനായിട്ട് നിങ്ങൾ കാണുന്നൊരു ഓപ്ഷനാണ് MBBS അബ്രോഡ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ കൺട്രീസിൽ ഉള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നീറ്റ് ക്വാളിഫൈ ആയിട്ടുള്ള ആളുകൾക്ക് പോയിട്ട് MBBS പഠനം പൂർത്തിയാക്കാൻ തിരിച്ചിവിടെ വരാമെന്നൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിൻ്റെ വിദേശ ക്യാമ്പസിനെ കുറിച്ചിട്ടാണ്. ആ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവർക്കും സുപരിചിതമായൊരു പേരാണത്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ആ ക്യാമ്പസിൽ പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. യനപ്പോയ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ കർണാടകയിലുള്ള യനപ്പോയ യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്കായിട്ട് ഒരു വിദേശ ക്യാമ്പസിൽ ഈ പഠന സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇനി ആ വിദേശ രാജ്യം ഏതാണെന്ന് അറിയണ്ടേ? ആ രാജ്യത്തിൻ്റെ പേരാണ് കിർഗിസ്ഥാൻ. സെൻട്രൽ ഏഷ്യയിലുള്ള ഇന്ത്യയുടെ തന്നെ ഒരു നെയ്ബറിങ് കൺട്രിയാണ് കിർഗിസ്ഥാൻ. അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന ഒരു രാജ്യത്ത്, നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു രാജ്യത്ത് അവരെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഘടകം തീർച്ചയായും അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയാണ്. ആ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ നിങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്വീകാര്യത ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിർഗിസ്ഥാനിൽ കിട്ടുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, അവിടുത്തെ ഫുഡ് അടിപൊളി ഫുഡാണ്. ഡെഫിനറ്റ്ലി ഫുഡ് ലവേഴ്സിന്, അല്ലെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നല്ല ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയൊരു രാജ്യം കൂടിയാണ് കിർഗിസ്ഥാൻ. വളരെ നല്ല റെസ്റ്റോറൻറ്റുകൾ, നല്ല ടേസ്റ്റി ഫുഡ്സ് ഒക്കെ കിട്ടുന്ന ഒരു നല്ല ടേസ്റ്റി ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു രാജ്യം കൂടിയാണത്. അപ്പോൾ കിർഗിസ്ഥാനിലാണ് നമ്മുടെ ഈ കൊലാബറേഷനിലുള്ള യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അതായത് യനപ്പോയ യൂണിവേഴ്സിറ്റി ഇൻ കൊലാബറേഷൻ വിത്ത് കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റി. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ്. ഇനി യനപ്പോയ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാ മലയാളികൾക്കും സുപരിചിതമായൊരു യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഒരുപാട് മലയാളികൾ പഠിക്കുന്ന പല ക്യാമ്പസുകളുമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇറ്റ്സ് എ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. കർണാടകയിലാണ് ഈ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്യുന്നത്, മാംഗ്ലൂരാണ്. നമ്മളുടെ നാട്ടിൽ തിരക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് കുട്ടികൾ അവിടെ നേഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അവിടെ വേരിയസ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് വെരി ഫേമസ് ഫോർ മെഡിസിൻ. MBBS വിദ്യാഭ്യാസത്തിനും അവിടുത്തെ മെഡിക്കൽ കോളേജ് വളരെ ഫേമസ് ആണ്. എനപ്പോയ്ക്ക് ഒരുപാട് കോളേജസ് ഉണ്ട്, ഒരുപാട് ബ്രാഞ്ചസ് ഓഫ് കോളേജസ് ഉണ്ട്. പാരാമെഡിക്സ് ആവട്ടെ, ആയുർവേദ മെഡിസിൻ ആവട്ടെ, മെഡിക്കൽ കോളേജ്, ഓഫ് കോഴ്സ് എനപ്പോയ മെഡിക്കൽ കോളേജ് ഉണ്ട്, എനപ്പോയ നേഴ്സിംഗ് കോളേജ് ഉണ്ട്, എനപ്പോയ ഫിസിയോതെറാപ്പി കോളേജ് ഉണ്ട്, എനപ്പോയ ആയുർവേദിക് കോളേജ് ഉണ്ട്. അതുകൂടാതെ തന്നെ എനപ്പോയ കോളേജ് ഓഫ് ടെക്നോളജി ഉണ്ട്. അങ്ങനെ വേരിയസ് ആസ്പെക്ട്സ് ആയിട്ട് വേരിയസ് ബ്രാഞ്ചസ് ഉള്ളൊരു വലിയ കോളേജ് ശൃംഖലയാണ് യനപ്പോയ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലാണ് നിങ്ങൾ ഈ KNU, അതായത് കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ഒരു KNU ആവട്ടെ ഒരുപാട് സാധ്യതകളുള്ള, ഒരുപാട് പഴക്കമുള്ള, ഒരുപാട് അക്കാഡമിക്സ് വാല്യൂ ഉള്ള ഒരു ക്യാമ്പസാണ്. അവിടെ
പ്രൂവൺ ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി, എസ്പെഷ്യലി മെഡിക്കൽ രംഗത്ത് ഒരുപാട് ഡോക്ടേഴ്സിനെ വാർത്തെടുത്തിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റി കൊലാബറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡ്രീം കം ട്രൂ എക്സ്പീരിയൻസ് ആയിരിക്കും ഫോർ എനി MBBS ആസ്പിറൻറ്റ്. ഈ KNU യെനപ്പോയ അക്കാഡമിക് കൊലാബറേഷൻ ഫോർ MBBS അത് നിങ്ങൾക്ക് എന്താണ് ഓഫർ ചെയ്യുന്നത്? അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? അതിലുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അതിലൊരു സ്റ്റുഡൻസിന് കിട്ടുന്ന ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട്. ഇന്ന് ഞാൻ കുറച്ച് ബെനഫിറ്റ്സിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദ ബ്രാൻഡ് ഇറ്റ് സെൽഫ്. യെനപ്പോയ എന്നൊരു ഡ്രീം ബ്രാൻഡ് ഇന്ത്യയിലെ ഏതൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ ആഗ്രഹമായിരിക്കും യെനപ്പോയ മെഡിക്കൽ ക്യാമ്പസിൽ പഠിക്കുക എന്നുള്ളത്. സിൻസ് നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീറ്റ്, മെറിറ്റ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ എല്ലാവർക്കും മാംഗ്ലൂരുള്ള യെനപ്പോയ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റില്ല, ഒരു യെനപ്പോയനാവാൻ പറ്റില്ല എന്നൊരു സംഭവം, എന്നൊരു വസ്തുത നിലനിൽക്കെ നിങ്ങൾക്ക് യെനപ്പോയ എന്നൊരു ബ്രാൻഡിൻ്റെ കീഴിൽ ഒരു ഇൻ്റർനാഷണൽ ക്യാമ്പസിൽ പഠിക്കാം എന്നുള്ള ആ ഫാക്ടർ തന്നെ, ആ ബ്രാൻഡ് തന്നെ ഒരു വലിയ അഡ്വാൻറ്റേജാണ്. ഈ കൊലാബറേഷനിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഹൈ അക്കാഡമിക് ക്വാളിറ്റിയാണ്. ബിക്കോസ് യെനപ്പോയ, ആസ് യു നോ, ദേ ഡോണ്ട് കോംപ്രമൈസ് ഓൺ അക്കാഡമിക് ക്വാളിറ്റി. ഈ അക്കാഡമിക് ക്വാളിറ്റി ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ ഏത് അക്കാഡമിക് ക്വാളിറ്റിയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർനാഷണൽ KNU ക്യാമ്പസിൽ പ്രതീക്ഷിക്കാം. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. മെയിൻലി ദ ഫാക്കൽറ്റീസ് ആർ ഗോയിങ് ടു ബി ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ട്രെയിനിങ് തരുന്നത്. KNU ക്യാമ്പസിൽ നിങ്ങളുടെ ട്രെയിനിങ് വിൽ ബി അണ്ടർ ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഫ്രം യെനപ്പോയ. വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്കാഡമിക്കലി ഹൈ റേഞ്ച് ഉള്ള ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക. കാരണം വിദേശത്ത് പോയി പഠിക്കുമ്പോൾ മെയിൻലി സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എൻ ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാം. അത് ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ഈ ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസിൽ തന്നെ നിങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആക്സെൻറ്റിലുള്ള ആളുകളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ ഇനീഷ്യലി കുട്ടികൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു മനസ്സിലാക്കാനുള്ള ഒരു പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. പിന്നെ ദേ വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. ബട്ട് ഇവിടെ അത്തരത്തിലൊരു പ്രശ്നം ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. കാരണം നിങ്ങളിവിടെ പഠിച്ചിരിക്കുന്ന അതേ ഒരു മോഡ് ഓഫ് ഇംഗ്ലീഷ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ നിങ്ങളുടെ ഫാക്കൽറ്റീസിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബെറ്റർ കോംപ്രിഹെൻഷൻ പവർ, ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഈ ഫാക്കൽറ്റീസുമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് പറയുന്നത് കൂട്ടത്തിൽ നമ്മൾ സിലബസ്, കരിക്കുലത്തിനെ കുറിച്ച് സംസാരിക്കണം. നിങ്ങൾ KNUവിൽ പഠിക്കുന്ന കരിക്കുലത്തിൽ ഡെഫിനറ്റ്ലി യെനപ്പോയൻ്റെ സിലബസും കരിക്കുലം ഒക്കെ ഇൻറ്റിഗ്രേറ്റഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുക. സോ ദാറ്റ് ഗിവ്സ് യു ഡീപ്പ് നോളജ്. നിങ്ങളുടെ ഈ സബ്ജക്റ്റിലുള്ള നോളജ് നിങ്ങളെ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കാഡമിക് ക്വാളിറ്റി വിൽ ബി ഓഫ് വേറൊരു ലെവലിലുള്ള അക്കാഡമിക് ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൂടാതെ വിദേശത്തേക്ക് പോകുമ്പോൾ ദ മോസ്റ്റ് വറിയിങ് ഫാക്ടർ, പാരൻസിന് ഉള്ള ഏറ്റവും വലിയ വറിയിങ് ഫാക്ടറാണ് ഈ ഹോസ്റ്റൽസ്. അത് സേഫ് ആണോ, അതെങ്ങനെയാണ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഹോസ്റ്റൽസ് ആണോ എന്നൊക്കെ ഉള്ള വറീസ് എബ്രോഡ് MBBSന് പോകുന്ന സ്റ്റുഡൻസിൻ്റെ പാരൻസിന് മെയിനായിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി ദ ഹോസ്റ്റൽ ഓൾസോ വിൽ ബി റൺ ബൈ യെനപ്പോയ. യെനപ്പോയ എന്ന ബ്രാൻഡിൻ്റെ കീഴിലായിരിക്കും ഈ KNUവിലുള്ള നിങ്ങളുടെ ഹോസ്റ്റൽ. ബോയ്സിനും ഗേൾസിനും നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ സെപ്പറേറ്റ് ഹോസ്റ്റൽസ് ആയിരിക്കും, സേഫ് ഹോസ്റ്റൽസ് ആയിരിക്കും, നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ഹോസ്റ്റൽസ് ആയിരിക്കും. ദാറ്റ് ഐ ക്യാൻ അഷ്യൂർ യു. പിന്നെയുള്ളൊരു ഫാക്ടർ ഫുഡാണ്. ഒരു വിദേശത്ത് പോയാൽ അവിടുത്തെ ഫുഡായി നമുക്ക് പറ്റുമോ, നമുക്ക് പിടിക്കുമോ, അല്ലെങ്കിൽ ആ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുമോ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ പാരൻസ് നമ്മളുടെ ഇത് റേസ് ചെയ്യാറുണ്ട്. ഈ പ്രശ്നത്തിലൊക്കെ ഒരു സൊല്യൂഷൻ, യു വിൽ ബി പ്രൊവൈഡഡ് ഇന്ത്യൻ ഫുഡ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അവിടെ ചെല്ലുമ്പോൾ ഇന്ത്യൻ ഫുഡ് ഈ ഹോസ്റ്റലിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നിങ്ങളൊരു ഇൻ്റർനാഷണൽ ക്യാമ്പസിലാണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഫെസിലിറ്റീസ്, നിങ്ങളുടെ ഒരു ഫീലിംഗ്, പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ, ആംബിയൻസ് ആക്ച്വലി ഇസ് ഗോയിങ് ടു ബി ടോട്ടലി ഇന്ത്യൻ. KNU യെനപ്പോയ എന്ന ഈ അക്കാഡമിക് കൊളാബറേഷനിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് വേറൊരിടത്തും കിട്ടാത്തൊരു അഡ്വാൻറ്റേജാണ്. ആക്ച്വലി നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിനും
ഒരു ട്യൂട്ടർ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എനപ്പോയ. ആ ട്യൂട്ടർ ആപ്പിൽ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ സിലബസ്, നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സ്, നിങ്ങളുടെ കരിക്കുലം, ഇതിനെക്കുറിച്ച് വിശദമായി നിങ്ങൾക്ക് ആ ആപ്പിലൂടെ അറിയാൻ പറ്റും. നിങ്ങളുടെ ക്ലാസ്സസിനെ കുറിച്ച്, അതിൻ്റെ ഷെഡ്യൂൾസിനെ കുറിച്ച്, നിങ്ങൾ പഠിക്കാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച്. ഇറ്റ് ഈസ് ആക്ച്വലി നിങ്ങളൊരു ട്യൂട്ടർ, എങ്ങനെയാണ് നിങ്ങളൊരു ട്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്കായി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ആപ്പാണിത്. ഈ ആപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട്, ഒരു ഇൻഡെപ്ത് നോളജ് കിട്ടാനായിട്ട്, ക്ലാസ്സസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ ആപ്പ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് അവിടുത്തെ അക്കാഡമിക്സിനെ കുറിച്ച്, ഫാക്കൽറ്റീസിനെ കുറിച്ച്, ഹോസ്റ്റലിനെ കുറിച്ച്, ഫുഡിനെ കുറിച്ചിട്ട്, ഒരു സ്പെഷ്യൽ ആപ്പിനെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ്, നിങ്ങൾക്കൊരു പക്ഷേ എല്ലാ കുട്ടികളും വിദേശത്തെ MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് അവരുടെ വെക്കേഷൻ സമയത്ത് ചിലപ്പോൾ 1.5 months 2 months വെക്കേഷൻ എല്ലാ വർഷവും കുട്ടികൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നാട്ടിലേക്ക് വരാറുണ്ട്. ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ഒബ്സർവർഷിപ്പ് ചെയ്യണമെന്ന് പറയാറുണ്ട് കുട്ടികളോട്. ഒരു ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ഒരു ഒബ്സർവർഷിപ്പ് ആസ് എ പാർട്ട് ഓഫ് ദർ കരിക്കുലം തന്നെയാണ് നാട്ടിൽ വെക്കേഷന് പോകുന്ന സ്റ്റുഡൻസ് അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ പല കുട്ടികളും ഈ ഒബ്സർവർഷിപ്പ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസ് അന്വേഷിച്ച് തിരഞ്ഞുപിടിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു കൊളാബറേഷനിൽ, KNU എനപ്പോയ അക്കാഡമിക് കൊളാബറേഷനിൽ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റിനും തിരിച്ചിവിടെ വെക്കേഷൻ ഒബ്സർവർഷിപ്പ് അന്വേഷിച്ച് നടക്കേണ്ട കാര്യം വരുന്നില്ല. അവരുടെ വെക്കേഷൻ സമയത്ത് എനപ്പോയൻ്റെ കീഴിലുള്ള ഒരുപാട് ഹോസ്പിറ്റൽസ്, അഫിലിയേറ്റഡ് ആയിട്ട് ഒരുപാട് ഹോസ്പിറ്റൽസ് ഇന്ത്യയിലെമ്പാടുമുണ്ട്. ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഒബ്സർവർഷിപ്പ് ചെയ്യാനുള്ള അവസരം ഈ കൊളാബറേഷൻ ഒരുക്കുന്നുണ്ട്. അടുത്തതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ MBBS പഠനം 6 years വിദേശത്ത് പൂർത്തിയാക്കി തിരിച്ച് ഇന്ത്യയിൽ വരുന്നു. നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് ലൈസൻസിങ് എക്സാം ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് നിങ്ങളെല്ലാവരും അവെയറാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ നെക്സ്റ്റ് എക്സാമിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഒരു കോമൺ ആയിട്ട് ലൈസൻസിങ് എക്സാം അതാവാൻ പോകാമെന്നൊക്കെ. വാട്ടവർ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുണ്ടാകും. കാരണം ഇറ്റ് ടേക്സ് അറൗണ്ട് 5 to 6 years അല്ലേ നിങ്ങളൊക്കെ പഠിച്ച് തിരിച്ച് ഇന്ത്യയിൽ എത്താനായിട്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം എനപ്പോയയുടെ മാംഗ്ലൂർ ക്യാമ്പസിൽ അവർ തരുന്നുണ്ട്. ഒരു 6 months സ്പെഷ്യൽ ട്രെയിനിങ്. നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ അറ്റ്മോസ്ഫിയറുമായിട്ട്, ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റവുമായിട്ട് പരിചയപ്പെടാനുള്ളതും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാം ആ സമയത്ത് ലൈസൻസിങ് ക്വാളിഫൈ എക്സാം വരുന്നത്, ആ ക്വാളിഫൈ എക്സാമിനായിട്ടുള്ള പ്രിപ്പറേഷൻസും ഈ ഒരു 6 monthsനുള്ളിൽ നിങ്ങൾക്ക് എനപ്പോയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൊളാബറേഷനിലൂടെ നിങ്ങൾ ചുമ്മാ ഒരു രാജ്യത്തെ ഒരു ക്യാമ്പസിൽ കൊണ്ടുപോയിട്ട് MBBS പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, തിരിച്ചിവിടെ വന്നിട്ട് നിങ്ങൾക്കൊരു ലൈസൻസോട് കൂടി ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ഈ ഒരു കോമ്പിനേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം യുണീക്കായിട്ടുള്ള ഈ ഫാക്ടേഴ്സാണ് ഈ ഒരു KNU എനപ്പോയ അക്കാഡമിക് കൊളാബറേഷൻ എന്ന ഒരു സംരംഭത്തിലൂടെ ഓരോ മെഡിക്കൽ സ്റ്റുഡൻറ്റിനും ലഭിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസിനെ കുറിച്ചിട്ട്, ഒരുപാട് പ്രത്യേകതകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങളോട് സംസാരിച്ചു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയമാണ്, ഇതിൻ്റെ ഫീസ് എത്രയായിരിക്കും? നമുക്ക് താങ്ങാൻ പറ്റുന്ന ഫീസായിരിക്കുമോ? ഇനോർമസ് ഫീസായിരിക്കുമോ? ഒരു ഇന്ത്യൻ മെഡിക്കൽ കോളേജിൻ്റെ കീഴിലല്ലേ പഠിക്കുന്നത്? പക്ഷേ ഫീസിനെ കുറിച്ച് നിങ്ങൾ തീർത്തും വറീഡ് ആവേണ്ടി വരില്ല. കാരണം വളരെ റീസണബിൾ ആയിട്ടുള്ള, വളരെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇതിലൂടെ, ഒരു മെഡിക്കൽ പ്രോഗ്രാമാണ്, ഒരു MBBS പ്രോഗ്രാമാണ് KNU എനപ്പോയ അക്കാഡമിക് കൊളാബറേഷൻ. അപ്പോൾ ഡെഫിനറ്റ്ലി ഫീസിനെ കുറിച്ച് പറയാണ്ട് വളരെ റീസണബിൾ ആയിട്ടൊരു ഫീസിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ, ഇൻഡെപ്തായിട്ട് അറിയണമെങ്കിൽ, യൂണിവേഴ്സിറ്റിൻ്റെ മറ്റു ഡീറ്റെയിൽസ്, ഇപ്പോൾ KNU യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എനപ്പോയെക്കുറിച്ച് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ക്യാമ്പസിൻ്റെ മോർ ഫെസിലിറ്റീസിനെ കുറിച്ച് അറിയണമെങ്കിൽ, ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ, definitely you should be contacting us. We are waiting for you. All the MBBS aspirants